ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നും ചോദ്യോത്തരങ്ങൾ നോക്കാം. ആരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവാനാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്? ആരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവാനാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഫരിസേയരുടെ, നിയമജ്ഞരുടെ, സദുക്കായരുടെ? ഉത്തരം ഫരിസേയരുടെ. ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? ശിഷ്യരോട്, ജനക്കൂട്ടത്തോട്, അവിടെ നിന്നിരുന്നവരോട്? ഉത്തരം ശിഷ്യരോട്. എന്ത് വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത്? എന്ത് വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത്? നിഗൂഢമായിരിക്കുന്നത്, ഇരുട്ടിലുള്ളത്, മറഞ്ഞിരിക്കുന്നത്? ഉത്തരം മറഞ്ഞിരിക്കുന്നത്. എന്ത് അറിയപ്പെടാതിരിക്കുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത്? എന്ത് അറിയപ്പെടാതിരിക്കുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത്? നിഗൂഢമായിരിക്കുന്നത്, രഹസ്യമായിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത്? ഉത്തരം നിഗൂഢമായിരിക്കുന്നത്. വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് എവിടെ നിന്നാണ് പ്രഘോഷിക്കപ്പെടുക? വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് എവിടെ നിന്നാണ് പ്രഘോഷിക്കപ്പെടുക? നഗര കവാടത്തിൽ നിന്ന്, പുരമുകളിൽ നിന്ന്, പട്ടണവാതിൽക്കൽ നിന്ന്? ഉത്തരം പുരമുകളിൽ നിന്ന്. എന്താണ് വെളിച്ചത്ത് കേൾക്കപ്പെടുക? എന്താണ് വെളിച്ചത്ത് കേൾക്കപ്പെടുക? നിങ്ങൾ സംസാരിച്ചത്, നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത്? ഉത്തരം നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത്. എന്താണ് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുക? എന്താണ് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുക? വീട്ടിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത്, വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് പറഞ്ഞത്, നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത്? ഉത്തരം വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് പറഞ്ഞത്. ആരെ ഭയപ്പെടണം എന്നാണ് ഈശോ മുന്നറിയിപ്പ് തരുന്നത്? ആരെ ഭയപ്പെടണം എന്നാണ് ഈശോ മുന്നറിയിപ്പ് തരുന്നത്? സ്വർഗസ്ഥനായ പിതാവിനെ, കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ, കൊന്നതിന് ശേഷം നിങ്ങളെ നഗരത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ള സ്വർഗസ്ഥനായ പിതാവിനെ? ഉത്തരം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. അധ്യായവും വാക്യവും പറയുക. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. അധ്യായവും വാക്യവും പറയുക. വിശുദ്ധ ലൂക്ക 12:7, വിശുദ്ധ ലൂക്ക 12:8, വിശുദ്ധ ലൂക്ക 12:10? ഉത്തരം വിശുദ്ധ ലൂക്ക 12:7. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രൻ ആരെയാണ് ഏറ്റുപറയുക? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രൻ ആരെയാണ് ഏറ്റുപറയുക? മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയുന്നവനെ, ജനങ്ങളുടെ ഇടയിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയുന്നവനെ, മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും? ഉത്തരം മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും. ബൈബിളിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയുമാണ്. അപ്പം അത് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ മനുഷ്യപുത്രൻ എന്നവിടെ പറഞ്ഞത്. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ തള്ളി പറയപ്പെടുക ആര്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ തള്ളി പറയപ്പെടുക ആര്? മനുഷ്യപുത്രനെ തള്ളി പറയുന്നവൻ, മനുഷ്യരുടെ മുൻപിൽ മനുഷ്യപുത്രനെ തള്ളി പറയുന്നവൻ,
പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവൻ. ഉത്തരം: മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ തള്ളിപ്പറയുന്നവൻ. ആർക്കെതിരെ ദൂഷണം പറയുന്നവനോടാണ് ക്ഷമിക്കുകയില്ലാത്തത്? ആർക്കെതിരെ ദൂഷണം പറയുന്നവനോടാണ് ക്ഷമിക്കുകയില്ലാത്തത്? മനുഷ്യപുത്രനെതിരായി, ആത്മാവിനെതിരായി, പരിശുദ്ധാത്മാവിനെതിരായി. ഉത്തരം: പരിശുദ്ധാത്മാവിനെതിരായി. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ആര് നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ആര് നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ആത്മാവ്, പരിശുദ്ധാത്മാവ്, മനുഷ്യപുത്രൻ. ഉത്തരം: പരിശുദ്ധാത്മാവ്. ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? ഒരു നിയമജ്ഞൻ, ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ, ധനികൻ. ഉത്തരം: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. എന്തിൽ നിന്ന് അകന്നിരിക്കുവാനാണ് ഈശോ ജനക്കൂട്ടത്തോട് പറഞ്ഞത്? എന്തിൽ നിന്ന് അകന്നിരിക്കുവാനാണ് ഈശോ ജനക്കൂട്ടത്തോട് പറഞ്ഞത്? എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന്, എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും. ഉത്തരം: എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന്. അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്ന് ഭോഷനായ ധനികൻ ആരോട് പറയും എന്നാണ് ഈശോ പറഞ്ഞത്? അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്ന് ഭോഷനായ ധനികൻ ആരോട് പറയും എന്നാണ് ഈശോ പറഞ്ഞത്? ചുറ്റുമുള്ളവരോട്, ജനങ്ങളോട്, ആത്മാവിനോട്. ഉത്തരം: ആത്മാവിനോട്. ഭക്ഷണത്തിലും ഉപരിയായത് എന്ത്? ഭക്ഷണത്തിലും ഉപരിയായത് എന്ത്? ശരീരം, ജീവൻ, ആത്മാവ്. ഉത്തരം: ജീവൻ. വസ്ത്രത്തിലും ഉപരിയായത് എന്ത്? വസ്ത്രത്തിലും ഉപരിയായത് എന്ത്? ശരീരം, ജീവൻ, ആത്മാവ്. ഉത്തരം: ശരീരം. ആകുലരാകുന്നത് കൊണ്ട് എന്ത് ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും എന്നാണ് ഈശോ ചോദിക്കുന്നത്? ആകുലരാകുന്നത് കൊണ്ട് എന്ത് ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും എന്നാണ് ഈശോ ചോദിക്കുന്നത്? ആയുസ്സിൻ്റെ നീളം, ആയുസ്, ആയുസ്സിൻ്റെ ദൈർഘ്യം. ഉത്തരം: ആയുസ്സിൻ്റെ ദൈർഘ്യം. നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എന്ന് എന്തിനെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്? നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എന്ന് എന്തിനെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്? ലില്ലികളെ, കാക്കകളെ, പക്ഷികളെ. ഉത്തരം: ലില്ലികളെ. ആര് അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നാണ് ഈശോ പറയുന്നത്? ആര് അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നാണ് ഈശോ പറയുന്നത്? സാവൂൾ, അബ്രാഹാം, സോളമൻ. ഉത്തരം: സോളമൻ. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കുകയും ആകുലചിത്തരാവുകയും ചെയ്യുന്നത് ആര്? എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കുകയും ആകുലചിത്തരാവുകയും ചെയ്യുന്നത് ആര്? മനുഷ്യർ, ഈ ലോകത്തിൻ്റെ മനുഷ്യർ, ഈ ലോകത്തിൻ്റെ ജനതകൾ. ഉത്തരം: ഈ ലോകത്തിൻ്റെ ജനതകൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ നിങ്ങൾ എന്തന്വേഷിക്കുവാനാണ് ഈശോ പറയുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ
നിങ്ങൾ എന്ത് അന്വേഷിക്കുവാനാണ് ഈശോ പറയുന്നത്? അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി, അവിടുത്തെ കാരുണ്യം. ഉത്തരം: അവിടുത്തെ രാജ്യം. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എന്ത് നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എന്ത് നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. സ്വർഗരാജ്യം, ദൈവരാജ്യം, രാജ്യം. ഉത്തരം: രാജ്യം. എന്ത് വിറ്റ് ദാനം ചെയ്യുവാനാണ് ഈശോ പറഞ്ഞത്? എന്ത് വിറ്റ് ദാനം ചെയ്യുവാനാണ് ഈശോ പറഞ്ഞത്? നിങ്ങൾക്കുള്ളവ, സമ്പത്ത്, സ്വത്ത്. ഉത്തരം: സമ്പത്ത്. എന്താണ് കരുതി വയ്ക്കേണ്ടത്? എന്താണ് കരുതി വയ്ക്കേണ്ടത്? പണസഞ്ചികൾ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ, സ്വർഗത്തിൽ നിക്ഷേപം. ഉത്തരം: പഴകിപ്പോകാത്ത പണസഞ്ചികൾ. ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിച്ചു വെക്കേണ്ടത് എവിടെയാണ്? ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിച്ചു വെക്കേണ്ടത് എവിടെയാണ്? സ്വർഗരാജ്യത്തിൽ, സ്വർഗത്തിൽ, ഭൂമിയിൽ. ഉത്തരം: സ്വർഗത്തിൽ. സ്വർഗത്തിൽ സംഭരിച്ചു വെക്കേണ്ടത് എന്ത്? സ്വർഗത്തിൽ സംഭരിച്ചു വെക്കേണ്ടത് എന്ത്? ഒടുങ്ങാത്ത നിക്ഷേപം, പഴകിപ്പോകാത്ത പണസഞ്ചികൾ, നിക്ഷേപം. ഉത്തരം: ഒടുങ്ങാത്ത നിക്ഷേപം. എവിടെയാണ് കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ലാത്തത്? എവിടെയാണ് കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ലാത്തത്? സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ, സ്വർഗത്തിൽ. ഉത്തരം: സ്വർഗത്തിൽ. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അധ്യായവും വാക്യവും പറയുക. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അധ്യായവും വാക്യവും പറയുക. വിശുദ്ധ ലൂക്ക 12:34, വിശുദ്ധ ലൂക്ക 12:33, വിശുദ്ധ ലൂക്ക 12:35. ഉത്തരം: വിശുദ്ധ ലൂക്ക 12:34. യജമാനൻ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ? യജമാനൻ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ? ഉന്മേഷത്തോടെ ഇരിക്കുന്നവരായി, ഒരുക്കമുള്ളവരായി, ഉണർന്നിരിക്കുന്നവരായി. ഉത്തരം: ഉണർന്നിരിക്കുന്നവരായി. യജമാനൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും ഭൃത്യന്മാരെ എങ്ങനെയുള്ളവരായി കണ്ടാലാണ് അവർ ഭാഗ്യവാന്മാർ? യജമാനൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും ഭൃത്യന്മാരെ എങ്ങനെയുള്ളവരായി കണ്ടാലാണ് അവർ ഭാഗ്യവാന്മാർ? ഉന്മേഷത്തോടെ ഇരിക്കുന്നവരായി, ഒരുക്കമുള്ളവരായി, ഉണർന്നിരിക്കുന്നവരായി. ഉത്തരം: ഒരുക്കമുള്ളവരായി. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരുന്നത് ആര്? പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരുന്നത് ആര്? മനുഷ്യപുത്രൻ, പിതാവ്, പുത്രൻ. ഉത്തരം: മനുഷ്യപുത്രൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 43-ാം വാക്യത്തിൽ യജമാനൻ വരുമ്പോൾ എങ്ങനെ കാണപ്പെടുന്ന ഭൃത്യനാണ് ഭാഗ്യവാൻ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 43-ാം വാക്യത്തിൽ യജമാനൻ വരുമ്പോൾ എങ്ങനെ കാണപ്പെടുന്ന ഭൃത്യനാണ് ഭാഗ്യവാൻ? ഉണർന്നിരിക്കുന്നവനായി, ജോലിയിൽ വ്യാപൃതനായി, ജാഗരൂകരായി. ഉത്തരം: ജോലിയിൽ വ്യാപൃതനായി. ഇവിടെ ഒരുപോലത്തെ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനു മുമ്പ് പറഞ്ഞത് ആദ്യത്തെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യത്തിലേതാണ്. അവിടെ ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടുന്ന ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ. പിന്നീട് 43-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെയും പറയുന്നത് ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ഭൃത്യനെന്നാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. വാക്യങ്ങൾ ശരിയായിട്ട് പഠിക്കുക. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും
അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യന് സംഭവിക്കുന്നതെന്ത്? യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യന് സംഭവിക്കുന്നത് എന്ത്? അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആകും. ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. ഭൃത്യൻ ശിക്ഷിക്കപ്പെടും. ഉത്തരം: ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. ആരാണ് ലഘുവായി പ്രഹരിക്കപ്പെടുക? ആരാണ് ലഘുവായി പ്രഹരിക്കപ്പെടുക? അറിയാതെ ഒരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്താൽ, അറിയാതെ ഒരുവൻ തെറ്റു ചെയ്താൽ, ഒരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്താൽ. ഉത്തരം: അറിയാതെ ഒരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്താൽ. ആരോടാണ് അധികം ആവശ്യപ്പെടുക? ആരോടാണ് അധികം ആവശ്യപ്പെടുക? അധികം ഏൽപ്പിക്കപ്പെട്ടവനിൽ നിന്ന്, അധികം ലഭിച്ചവനിൽ നിന്ന്, അധികം കിട്ടിയവനിൽ നിന്ന്. ഉത്തരം: അധികം ലഭിച്ചവനിൽ നിന്ന്. ആരോടാണ് അധികം ചോദിക്കുക? ആരോടാണ് അധികം ചോദിക്കുക? അധികം ഏൽപ്പിക്കപ്പെട്ടവനോട്, അധികം ലഭിച്ചവനോട്, അധികം കിട്ടിയവനോട്. ഉത്തരം: അധികം ഏൽപ്പിക്കപ്പെട്ടവനോട്. ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഒരു വീട്ടിലുണ്ടായിരിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്? ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഒരു വീട്ടിലുണ്ടായിരിക്കും എന്നാണ് ഈശോ പറഞ്ഞത്? 5, 3, 2. ഉത്തരം: 5. എവിടെ മേഘം ഉയരുന്നത് കണ്ടാലാണ് മഴ വരുന്നു എന്ന് പറയുന്നത്? എവിടെ മേഘമുയരുന്നത് കണ്ടാലാണ് മഴ വരുന്നു എന്ന് പറയുന്നത്? തെക്ക്, വടക്ക്, പടിഞ്ഞാറ്. ഉത്തരം: പടിഞ്ഞാറ്. തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ത്? തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ത്? അത്യുഷ്ണം, ഉഷ്ണം, മഴ. ഉത്തരം: അത്യുഷ്ണം. ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എവിടെ വെച്ചാണ് അവനുമായി രമ്യപ്പെടേണ്ടത്? ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എവിടെ വെച്ചാണ് അവനുമായി രമ്യതപ്പെടേണ്ടത്? നഗര കവാടത്തിൽ വെച്ച്, വഴിയിൽ വെച്ച്, നഗരത്തിൽ വെച്ച്. ഉത്തരം: വഴിയിൽ വെച്ച്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 58, 42, 59. ഉത്തരം: 59. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലോഗോസ് ക്വിസിന് പഠിക്കാനായിട്ട് സഹായകമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.